സോ നമ്മൾ ജോഗിങ് വാട്ടർഫോൾസ് കാണാൻ പോവുകയാണ്. അധികം ആൾക്കാരൊന്നും കാണുന്നില്ല. സോ വി ആർ സ്റ്റാർട്ടിങ് അവർ ട്രക്ക് ഫ്രം ഹിയർ. ഇതാണ് റൂട്ട്. വഴിയിൽ മൊത്തം മഞ്ഞ് വീണ് കിടക്കുവാണ്. അതായത് ഈ മഞ്ഞിൽ കൂടെ കയറ്റം കയറണം. കാലെല്ലാം നല്ലതായിട്ട് സ്ലിപ്പാകുന്നുണ്ട്. ഫുള്ള് മഞ്ഞാണ്. ഇത് കണ്ടോ വഴിയിലെല്ലാം. ജോഗിനി വാട്ടർഫോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ ഡയറക്റ്റ് പോകുന്നത്. ഇത് കണ്ടോ മൊത്തം നല്ല രസമാണ്. കണ്ടോ ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത്. വഴി മൊത്തം മഞ്ഞാണ്, നല്ല തണുപ്പാണ്. ഇവിടുന്ന് ഒരു 1 hour ഇങ്ങനെ നടക്കാനുണ്ടെന്നാണ് ചോദിച്ചവരൊക്കെ പറയുന്നത്. എന്തായാലും ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം എന്താണെന്നുള്ളത്. ഈ വഴിയാണ് പോകേണ്ടത്. മൊത്തത്തിൽ മഞ്ഞായിട്ട് കിടക്കുക. അതുകൊണ്ടോ ആ മലയുടെ മുകളിലാണെന്ന് തോന്നുന്നു എത്തേണ്ട ലൊക്കേഷൻ. അവിടെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ കണ്ടോ ആൾക്കാരൊക്കെ നടക്കുന്നുണ്ട്. അതിലേക്ക് കയറി മുകളിൽ ചെല്ലണം എന്നാണ് തോന്നുന്നത്. കണ്ടോ ഈ മലയില്ലേ, ഈ മലയുടെ മുകളിലാണ് വെള്ളച്ചാട്ടം വരുന്നുണ്ടോ. പരുന്തൊക്കെ പറക്കുന്നുണ്ട്. കണ്ടോ സംഭവം സെറ്റാന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് കയറി നോക്കാം. ഇതുണ്ടോ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം ഇങ്ങനെ ഇരുമ്പിൻ്റെ പൈപ്പ് കൊടുത്തിട്ടുണ്ടോ. അതെന്തിനാണെന്ന് അറിയത്തില്ല. വെള്ളം ഇനി ഒഴുകി വരാനാണോ എന്താണെന്നറിയില്ല. കണ്ടോ എല്ലായിടത്തും ഇരുമ്പിൻ്റെ പൈപ്പുണ്ട്. അയ്യോ ശരിക്കും അടുത്ത് ഈ മഞ്ഞിക്കൂടെ ആകുന്നതുകൊണ്ടേ പെട്ടെന്ന് ഇങ്ങനെ കതയ്ക്കുന്നു. അപ്പോൾ ഈ സ്ഥലത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ 96 മൂവിയിൽ വിജയ് സേതുപതി അണ്ണൻ പോയിരിക്കുന്ന ഒരു പാട്ടില്ലേ, ആ പാട്ടിൽ ഉള്ളൊരു ലൊക്കേഷനാണിത്. അപ്പോൾ ആ വെള്ളച്ചാട്ടമാണ് ഈ പാട്ടിൽ കാണിക്കുന്നത്. പുള്ളി ഒരു സ്പീക്കറൊക്കെ ആയിട്ട് പോയിട്ടൊരു മലയുടെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നില്ലേ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ, 96 പടത്തിലെ ആ പാട്ടിൽ. അപ്പോൾ ആ ലൊക്കേഷനാണിത്. ഇപ്പോൾ കയറി ഏകദേശം മുകളിലെത്തിയിട്ടുണ്ട്. ഇനിയുണ്ട് ഇത്രയും ദൂരം തന്നെ. ആ പോയി വന്ന വഴികളൊന്ന് കാണിക്കാം ജസ്റ്റ്. കണ്ടോ ആൾക്കാർ നിൽക്കുന്ന വഴി കണ്ടോ. അവിടെ നിന്നാണ് കയറി വന്നത്. വന്ന് ഇതിലെ കറങ്ങി ഇങ്ങനെ കയറി ഇവിടെ എത്തി. ഇനിയുണ്ട്. ഉണ്ടോ അത്രയും ദൂരം കയറാനുണ്ട്. ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ മണ്ടേ കൂടെ വീണ്ടും പോകണം. എന്തായാലും ഒന്ന് കയറി നോക്കാം. അറിയോ മുകളില് മഞ്ഞ് വീണാൽ നമ്മുടെ പേരൊക്കെ ഇങ്ങനെയല്ലേ നിൽക്കണേ, പിടിച്ചു നിൽക്കും. ഇങ്ങനെയാണെ ഊർന്നൂർന്ന് താഴോട്ട് വരും. അതുകൊണ്ടാണ് ഉയരം കൂടുന്നതോട് തണുപ്പ് കൂടിയില്ലേ. അവർ തിരിച്ചിറങ്ങുന്നുണ്ട്. എന്നോട് നേപ്പാളിനെ പോലെ നിൽക്കുന്നുണ്ട് ചെക്കന്മാരല്ലേ. അവരെ പറഞ്ഞ് ഇങ്ങോട്ട് പോകാൻ. നോക്കി തന്നെ മഞ്ഞ് വീണ് തെന്നി കിടക്കുക. അതാ താഴേന്നുള്ള ഇതുണ്ടോ. അതാ വഴികൾ ഭയങ്കര ചെറുതാ, ഇടുങ്ങിയ വഴിയാ. ഒരു സൈഡ് മൊത്തം കണ്ടോ കൊക്കയാണ്. അപ്പം ശരിക്കും സൂക്ഷിച്ചോണം വരാൻ. ഒരു ചെറിയ പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ ഉണ്ടോ മറിഞ്ഞു കിടക്കുക. അപ്പോൾ ഇതുണ്ടോ മൊത്തം ഇങ്ങനത്തെ വഴികളാണ്. വളരെ കഠിനമേറിയ പാതകളാണ്. അയ്യോ തെന്നിക്കിടക്കുന്ന താഴെ കൊക്ക. എന്താ ഈ വഴിയിലൊരു പട്ടി നിൽപ്പുണ്ട്. ഹായ് പട്ടി. ഹായ്.
പിന്നെ വളരെ പരിചയമുണ്ട്. അയ്യോ വാ 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 വാ. അത് കൂളായിട്ട് ഇറങ്ങി പോണുണ്ടോ? നോക്കി പോണേ, റൈറ്റ് സൈഡ് പിടിച്ച് പോണേ. പയ്യെ പോയാൽ മതി, സ്പീഡിൽ പോകണ്ട, തെന്നും. കോഴിക്കോട് കുറവാണ്. തലശ്ശേരി കടൽപ്പാലില്ലേ അവിടെ, എന്നിട്ട് പാട്ടുമാണ്. അപ്പോൾ അവിടെ എന്താ പറയുക, കോഴിക്കോടിലൊക്കെ ഒരു കോളേജിൽ പഠിക്കുന്നത് അവരൊക്കെ വന്ന് കൂടാം. കോഴിക്കോട് ഭയങ്കര ക്രൗഡല്ലേ, അങ്ങനെ കടൽപ്പാല തലശ്ശേരി ഇച്ചിരി കുറവാണ്. വീടും വാട്ടർ ടാങ്കും കാണുമെന്ന് പറഞ്ഞു. നമ്മൾ പോയ വഴി ഇനി വേറെയാണ്. സൂക്ഷിച്ചു പറഞ്ഞേ. ഇങ്ങോട്ട് മാറി നിൽക്കാം. അവർ കയറി കയറി. ആ രണ്ടുപേരോട് ഇറങ്ങി കഴിഞ്ഞിട്ട് കയറി. പ്രായമല്ലേ അപ്പോൾ വെച്ചിട്ട് ഒന്ന് ഓടിച്ചേ, ഇങ്ങനെ ഓടിക്കണം. നിൽക്കൂ ചെയ്താ 10 രൂപ. ആണ് യോഗിനി വാട്ടർഫോൾസ്. ഈ യോഗിനി വാട്ടർഫോൾസിൽ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ. ഇതാണ് കണ്ടോ,
സംഭവം നമ്മുടെ ആതിരപ്പള്ളിയൊക്കെ കണ്ടവർക്ക് ഇതൊന്നും ഒന്നുമല്ല. എന്നാലും പിന്നെ മഞ്ഞൊക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് പിന്നെ ഭയങ്കര ട്രക്കിംഗ് ആണ്. ഏകദേശം 1 hour മേലെ ട്രക്കിംഗ് ഉണ്ട്. അപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ആണ്, അത് നൈസാണ്. ഇതാണ് ഗൈസ് ജോഗിനി വാട്ടർഫാൾസിൻ്റെ മല. ഈ മലയിൽ നിന്നാണ് വെള്ളച്ചാട്ടം വരുന്നത്. ഇതാണ് കണ്ടോ, മൊത്തത്തിൽ ഇതാണ് അതിൻ്റെ ഒരു വ്യൂ. സംഭവം നൈസാണ് കണ്ടോ, ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുവാണ്. ആ വഴി കൂടെയാണ് നമ്മൾ നടന്ന് കയറി വന്നത്. എന്തായാലും ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നൈസാണ് സംഭവം. ഹായ്, ഇവിടെ ട്രക്ക് ചെയ്ത് വന്നിട്ട് അടിപൊളി ഒരു വ്യൂ കിട്ടി. സംഭവം എന്താ നൈസാണ്. വീഡിയോയിൽ ഈ ഇറക്കത്തിൻ്റെ എഫക്റ്റ് കാണാൻ പറ്റുന്നില്ല, പക്ഷെ നല്ല ഇറക്കമാണ്. ഇതാണ് ഗൈസ് ഞങ്ങൾക്ക് ഇറങ്ങേണ്ടത്. പയ്യെ ഇറങ്ങുകയാണ്. താഴെയൊക്കെ ആൾക്കാരുണ്ട്, ഉണ്ടോ? ഇതിൽ ഇങ്ങനെയാണ് പോകേണ്ടത്, ഉണ്ടോ? ഇതാണ് തിരിച്ചിറങ്ങി പോകാനുള്ള വഴി, ഉണ്ടോ? ഓക്കെ, ഇറക്കം അമ്മേ. ആ ആ ആ ആ ഇറക്കം ഇത്തിരി പാടാണ്. ഇവിടെ തെന്നിക്കിടക്കുവാണ് മൊത്തത്തിൽ. വഴിയും ചെറുതാണ്, ഒരു സൈഡ് മൊത്തം കൊക്കയാണ്. ഉണ്ടോ ആൾക്കാർ ഇറങ്ങി വരുന്നത് ഉണ്ടോ? പക്ഷെ സംഭവം നൈസാണ്, ഒരു ട്രക്കിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ്. സംഭവം എന്തായാലും അടിപൊളിയാണ്. മഞ്ഞ് വീണ് കിടക്കുവാണ്, ആകപ്പാടെ ശകലം വഴിയുള്ളൂ. അവിടെ മഞ്ഞും വീണ് കിടക്കുക, കണ്ടോ? വഴിയെല്ലാം വൻ സീന. നല്ലതായിട്ട് സ്ലിപ്പാകുന്നുണ്ട്, എൻ്റെ കാല് നല്ലതായിട്ട് സ്ലിപ്പാകുന്നുണ്ട്. എൻ്റെ അമ്മോ, ഇതുകൊണ്ടോ ചെറിയ വഴി. ടാസ്ക് മലയാളം നമ്മളെ ഇങ്ങനെ ഗിറ്റാറിൽ കളിക്കാൻ പറ്റിയ കുറേ പാട്ടുണ്ട്. കടുങ്കാപ്പിയൊക്കെ അറിയാം, അത് നല്ലതാണ്. പിന്നെ ജൂപ്പിറ്റർ മഴ, ആ തെന്നും ഇത്. ഒരു പ്ലാനും ഇല്ലാതെ നേരെ വിട്ടിങ് പോകുന്നു. നല്ല രസമുണ്ടല്ലേ? ആ അമ്മീ തെന്നിക്കിടക്കണേ.
എല്ലാവരും കാലൊക്കെ താന്നു പോയിട്ടുണ്ട് ഇതുണ്ട് ഫുള്ള്. പക്ഷെ മറ്റേ വഴിയേക്കാളും നല്ല വഴി ഇതാന്ന് തോന്നുന്നു. അങ്ങോട്ട് പോയ വഴിയല്ല തിരിച്ചു വരും. ആ അതെ അതെ. പക്ഷെ കയറിയപ്പോൾ ഇങ്ങോട്ട് കയറിയാൽ മതിയായിരുന്നു ഇതിലെ. ഇത്ര മടുക്കത്തില്ലായിരുന്നു. അത് ചെന്നപ്പോൾ മടുത്തു പോയി. ഹായ്, നല്ല രസമല്ലേ? ആ ഓ എന്താ വ്യൂ, എന്താ രസം. ആ ഓ ഇവിടെ ഒരു വീട്. നൈസാ അല്ലേ? ആ दिनेश किधर जा रहा है? नीचे जाएगा? क्यों? അവിടെ നിൽക്ക്. ഇവരെ വീട്ടിലേക്ക് വരാൻ വെള്ളം കൊടുത്തേക്കുന്നതാണോ ഈ പൈപ്പ്? ആ ആ भाई भाई है ना, ये वो आपको मार दो, वो भी ये लड़की है ना, बहुत आपको बता दी। हाँ ये डालो जल्दी डालो। ഒരു ഹൈ റിസ്ക് ഇറക്കമാണ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ചെരിഞ്ഞ് ആ കാല് ചരിച്ച് വെക്ക്. ആ ഓക്കെ ഓക്കെ. ആ കോൺക്രീറ്റ് ചവിട്ട്. ആ മഞ്ഞുരുകി ഉള്ള വെള്ളമാണ്, ഐസ് വെള്ളം. ഹായ് ഹായ്. ഇടത്തേക്ക് മാറിയിട്ട് വലത്തേക്ക് വെക്കോ. മുള്ള ഈ റോസമുള്ള കാറിലൊന്ന് വെട്ടിക്കളയുമായിരുന്നെങ്കിൽ. വിട്ടോ. ആ കുഴപ്പമില്ല. ആ അവിടെ ആ പാറയുടെ സൈഡിലേക്ക് മാറി നിന്നു, ഞാൻ അതിലേ ഇറങ്ങാം. ഓക്കെ അമ്മേ ഓക്കെ അവിടെ നിന്നു. ആ ആ ഓക്കെ. ആ ഇച്ചിരി ഏരിയയിലേ ഉള്ളൂ വെള്ളം, സൈഡിലേക്ക് ഒഴുകിപ്പോയി. വെള്ളവും കണ്ട് മഞ്ഞും കണ്ട് വെയിലും കണ്ട് തണുപ്പും കണ്ട് ദൈവമേ. ഓക്കെ, ട്രക്കിംഗ് സമാപിച്ചിരിക്കുന്നു. ഞങ്ങൾ ഇറങ്ങി താഴെ ഏകദേശം എത്തിയിരിക്കുകയാണ്. അതെ അയ്യോ ഇതാണ് വ്യൂ. ഈ വഴിയാണ് മഞ്ഞ്.